ആലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം. AKGSMA ഒരുക്കുന്ന സ്വർണോത്സവം. ആലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യൂ, നേടൂ 2.25 കിലോ സ്വർണ്ണ സമ്മാനം. വണ്ടൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങളും പ്ലാറ്റ്ഫോം അടക്കമുള്ള നിർമ്മാണ പ്രവൃത്തികളും വിലയിരുത്തുന്നതിനായി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺ കുമാർ ചതുർവേദി വണ്ടൂർ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തി. 12:15 റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഡിവിഷണൽ റെയിൽവേ മാനേജറെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീനയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. 3/4 മണിക്കൂറോളം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ചെലവഴിച്ചു. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ അരുൺകുമാർ ചതുർവേദിക്ക് മുന്നിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, വണ്ടൂർ വികസന ഫോറം വാർഡ് മെമ്പർ M റസാബുദ്ദീന്റെ നേതൃത്വത്തിൽ നൌഫൽ പാറക്കുളവും TP അഫ്സൽ അടങ്ങുന്ന സംഘം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, വാണിയമ്പലം സുസ്ഥിര വികസന സമിതി അടക്കമുള്ള വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാരവാഹികൾ നേരിട്ട് നിവേദനങ്ങൾ നൽകി. റെയിൽവേ മേൽപ്പാലം പ്രവൃത്തികൾ അടിയന്തരമായി ആരംഭിക്കുക, റിസർവേഷൻ കൗണ്ടർ ഉടൻ തുറക്കുക, റെയിൽവേ സ്റ്റേഷനിൽ സ്ത്രീകൾക്കായി പ്രത്യേക കാത്തിരിപ്പ് മുറിയും ഫീഡിംഗ് സൗകര്യങ്ങളും ഒരുക്കുക, 2ാം പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കുക, നിലവിലെ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കുക, വാണിയമ്പലം അങ്ങാടിയോട് ചേർന്നുള്ള റെയിൽവേയുടെ സ്ഥലത്തുള്ള മാലിന്യ നിക്ഷേപം അടക്കമുള്ള വിഷയങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും DMRന് മുന്നിലെത്തിയത്. നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ 10 ദിവസം മുന്നേ നമ്മുടെ പ്രിയപ്പെട്ട വഹാബ് MPയുമായി അദ്ദേഹത്തിന് നിവേദനം സമർപ്പിക്കുകയും അത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അദ്ദേഹം നമ്മുടെ DRMനെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിക്കുന്ന ഭാഗമായി വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട DRMന് ഇവിടെ പൗര പ്രമുഖരായുള്ള ആളുകൾ, അതുപോലെ സാമൂഹിക സംഘടനകളൊക്കെ അടക്കമുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകളൊക്കെ, വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളൊക്കെ അവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ നിവേദനം നൽകിയ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് നമ്മൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2nd പ്ലാറ്റ്ഫോമിലടക്കം ഷെൽട്ടറിന്റെ പണി പുരോഗമിച്ചിരിക്കുകയാണ്. അതുപോലെ 1-2 ആവശ്യങ്ങൾ, നമ്മൾ 7 ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ 2ഓളം ആവശ്യങ്ങൾ അവർ അന്ന് നിറവേറ്റി ഇപ്പോൾ പണി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഇവിടെ സന്ദർശിക്കുകയും ഇവിടെയുള്ള നാട്ടുകാരുടെയും സംഘടനകളുടെ ഒക്കെ അഭിപ്രായം മാനിച്ചുകൊണ്ട് വളരെ വിപുലമായിട്ട് ഓരോ വിഷയങ്ങളും കൃത്യമായി കേൾക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ഇപ്പോൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസർമാരോട് ഒരു പാർക്കിംഗ് സൗകര്യം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി 20-30 ദിവസത്തിന്റെ ഉള്ളിൽ സ്ഥലം ഏറ്റെടുത്ത് അത് ക്ലിയർ ചെയ്യാനുള്ള നടപടികൾ കൃത്യമായിട്ട് അതിന്റെ പ്ലാന് തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചൊരു വിഷയം നമ്മുടെ ഈ റിസർവേഷൻ കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ക്യാൻസർ രോഗികൾക്ക് സൗജന്യമായി ലഭിക്കേണ്ട യാത്രാ സൗകര്യം ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ലഭിക്കുന്നില്ല. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് നൽകിയിരുന്നത്. അത് അവർ പരിഹരിക്കാം, അതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മേൽപ്പാലമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നമ്മൾ ഉന്നയിച്ചപ്പോൾ അത് അവരെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് അതിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും ആയിട്ടില്ല എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതൊക്കെ വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലാണ് അദ്ദേഹം ഇത് നോക്കിക്കണ്ടിട്ടുള്ളത്. ഇവിടെ മുഴുവനും ചുറ്റിക്കണ്ട് പാർക്കിംഗ് ഏരിയ, അതുപോലെ വെയിറ്റിംഗ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ, റെയിൽവേയുടെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം എത്രയും പെട്ടെന്ന് അതിന് തീരുമാനം ഉണ്ടാക്കാന്നുള്ളൊരു വാക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർ റസാബിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ നിവേദനം നൽകിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ പിന്തുണയും വാണിയമ്പലം നിവാസികളുടെ പേരിലുണ്ടാവുന്ന അഭ്യർത്ഥന. അതേസമയം വാണിയമ്പലം റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ ഇതായിരുന്നു DMRന്റെ മറുപടി. Sir, daily the railway gate will close 15 days or more. This makes people very difficult. कितना TV है? Number of trains is कैसे കഴിഞ്ഞ ആഴ്ച ആംബുലൻസ് We'll consider for this. very soon. We'll consider. Okay, sir. Thank you. വാണിയമ്പലം റെയിൽവേ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിലും ഇക്കാര്യങ്ങളൊന്നും ഇന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, വാണിയമ്പലം.
നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ.